ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ പുലാവും ചിക്കൻ റോസ്റ്റുമാണ്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ചിക്കൻ ഫ്രൈ ആക്കി എടുത്തിട്ട് ആണ് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ ഫ്രൈ ആക്കാനായിട്ട് നമ്മൾ ചിക്കൻ ഏകദേശം ഒരു 3.5 കിലോ ചിക്കൻ ഉണ്ട്. ഫ്രഷ് ചിക്കനാണ്. അത് നമ്മൾ മസാല തിരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഫ്രിഡ്ജിൽ 2-2.5 മണിക്കൂറോളം വെച്ചിരുന്നതാണ്. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 4 മുഴുത്ത സവോള, അതുപോലെ പച്ചമുളക്, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, കറിവേപ്പില, മല്ലിയില, പിന്നെ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക്, 1 സ്പൂൺ ഗരം മസാല, ഒരു 3 സ്പൂൺ മുളക് പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി. ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ആക്കാം. ഇപ്പം നമ്മളിപ്പം സ്റ്റവ് ഓണാക്കി അതിലൊരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ചിക്കൻ ഫ്രൈ ആക്കാൻ. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പുലാവ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പുലാവിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഏകദേശം ഒരു 2 കിലോയോളം വരുന്ന ലോങ് ഗ്രെയിൻ ബസ്മതി റൈസാണ്. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് മിക്സഡ് വെജിറ്റബിൾ, 450 ഗ്രാം മിക്സഡ് വെജിറ്റബിൾ, ഗ്രീൻ പീസ്, ബീൻസ്, അങ്ങനെയാണ് മിക്സഡ് ആയിട്ടുള്ള വെജിറ്റബിൾ. പിന്നെ മല്ലിയില, പുല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് പച്ചമുളക് നമ്മൾ അങ്ങനെ ഇടുന്നുണ്ട് അതിനകത്തേക്ക്. അതുപോലെ തന്നെ കാഷ്യൂ നട്ടുണ്ട്, പിന്നെ കിസ്മിസ് ഉണ്ട്. അതുപോലെ ഇതാണ് പുലാവ് മസാല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം നമുക്ക്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു ചിലവും വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് നെയ്യും അതുപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ. ഇതിലേക്ക് നമ്മൾ ഈ കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പം കാഷ്യൂ നട്ടും കിസ്മിസും വറുത്ത് കോരി അപ്പോൾ ആ നെയ്യും പിന്നെ ഓയിലും അതിനകത്തേക്ക് നമ്മൾ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ മിക്സഡ് വെജിറ്റബിൾ ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സഡ് വെജിറ്റബിളൊക്കെ നന്നായിട്ട് ഒന്ന് പിന്നെ വെള്ളമൊക്കെ വറ്റി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി പേസ്റ്റ്, കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇനി ഇതിനകത്തേക്ക് ഈ പുലാവ് മസാല ഇട്ട് കൊടുക്കാം. പുലാവ് മസാല ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പുതിനയില ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ മല്ലിയില. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കും. നമ്മളിപ്പോൾ ഒരു 3.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3.5 കപ്പിന് ഒരു 7 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ അരി ഇടുന്നത്. നമ്മൾ അതിനകത്തേക്കൊരു 2 ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് തിളപ്പിക്കാം. നമുക്ക് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് അരിയിടാൻ പറ്റും. മൂടി വെച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം അരിയിടാം. ഓക്കെ, അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് കഴുകി വെച്ചിരിക്കുന്ന കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പുലാവ് ഏകദേശം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ദം ഇടണം. നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ്
പിന്നെ കിസ്മിസൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നമുക്കിതിനെ ദമ്മാക്കണം. നമ്മൾ സാധാരണ ദമ്മിടുന്ന പോലെ നമുക്ക് അടുപ്പില്ലാത്തതുകൊണ്ട്, നമ്മൾ ഗ്യാസ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ നന്നായിട്ട് അടച്ചു കൊടുത്തിട്ടുണ്ട്. അടിയിലൊരു തട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചെറിയ തീയിലിരുന്ന് ഇത് ഒരു 10 മിനിറ്റോളം ചെറിയ തീയിൽ വെക്കും. അതിനുശേഷം നമ്മൾ ഓഫ് ചെയ്തൊരു 10 മിനിറ്റ് വെക്കും. അത് കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുമ്പോൾ കറക്റ്റായിരിക്കും, വേവ് കറക്റ്റായിരിക്കും. നമ്മളിപ്പോൾ ദമ്മ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നെയ്യും കൂടെ അതിൻ്റെ മേളിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ചോറിൻ്റെ മേളിൽ കുറച്ച് നെയ്യ്. ഇത് നമ്മുടെ ഫൈനൽ സ്റ്റേജാണ്. അതിൻ്റെ ദമ്മിട്ടിട്ട് ദമ്മ് പൊട്ടിച്ചാൽ മതി. കുറച്ച് നെയ്യ്. ഇനി നന്നായിട്ട് മൂടി വെച്ച് പറഞ്ഞ പോലെ 10 മിനിറ്റ് തീയിൽ വെച്ച് 10 മിനിറ്റ് അത് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്തിട്ട് എടുക്കും. ഇപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡിയാക്കാൻ പോകണം. ചിക്കൻ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതിലേക്ക് ചിക്കൻ വറുത്തിയ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റിനുള്ള എണ്ണ ഉരുളിയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടായിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ആ കൂടെ തന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്, അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു. അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നു. ഇനി നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ നമ്മൾ ഉപ്പ് ചേർത്താണ്, അതുകൊണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഈ സവാളയ്ക്കും മസാലയ്ക്കുള്ളത് മാത്രം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മുടെ ചിക്കൻ റോസ്റ്റിനുള്ള മസാലകൾ റെഡിയായി വരുന്നു. നമുക്കിതിനകത്തേക്ക് മസാല ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾ എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തതിനകത്ത് മതി. നമ്മുടെ ചിക്കൻ റോസ്റ്റിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടി മിക്സ് ചെയ്തിട്ട് കുറച്ച് മസാല ഉണ്ട് അതിന്, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്ത് വെച്ച മസാല, നമ്മുടെ ചിക്കൻ റോസ്റ്റിനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ആക്കി വെച്ചാൽ ചിക്കൻ ഇട്ട് കൊടുക്കാം. നമുക്ക് മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ പുലാവും ചിക്കൻ റോസ്റ്റും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പെട്ടെന്നുള്ളൊരു ഗസ്റ്റൊക്കെ വന്നാൽ ഞാൻ വീട്ടിലുണ്ടാക്കാൻ പറ്റിയ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡിഷാണ് വെജിറ്റബിൾ പുലാവും ചിക്കൻ റോസ്റ്റ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.